ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓവർലാക്കിൻ്റെ മിഷൻ വാങ്ങിച്ചൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പിന്നെയും കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള മാറ്റം എന്താണെന്നുള്ളതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഒരു ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ കണ്ടോ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് നമ്മൾ ചില തുണികൾ നമ്മുടെ സൈഡ് ഇങ്ങനെ തുണി പൊളിഞ്ഞ് തുന്നി നൂലിങ്ങനെ പാറി നിൽക്കും. എൻ്റെ ഈ ഒരു ബ്ലൗസ് ഏകദേശം അത് കഴിയാറായിട്ടോ. കുറേ ആളുകളുടെ ബ്ലൗസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആ ബ്ലൗസൊക്കെ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർലാക്ക് ചെയ്യുന്നത്. ഓവർലാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള മാറ്റം കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തുന്നിപ്പോയ തുണി ആയാലും നമുക്കതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു നീറ്റ്നെസ് ഇതിലുണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് കണ്ടോ വൃത്തിയായിട്ടിരിക്കും, നമ്മുടെ തുണി പൊളിഞ്ഞൊന്നും പോകില്ല. നമ്മളിപ്പോൾ തയ്യൽ തുമ്പൊന്നും അധികം ഇല്ലാത്ത തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒന്ന് ഓവർലാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റും. 1-2 സ്റ്റിച്ച് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർലാക്ക് കൂടെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ എൻ്റെ ഇപ്പോൾ കണ്ടോ വളരെ ആ ഒരു ലുക്കേ അല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലുക്കേ അല്ല നമ്മുടെ ബ്ലൗസിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. പലർക്കും അറിയില്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല രീതിയിൽ ഈ ബ്ലൗസിൻ്റെ സൈഡ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ പിന്നെ നമുക്ക് എന്താ പറയുക പൊളിഞ്ഞു പോകത്തില്ല, നല്ല നീറ്റായിട്ടിരിക്കും ഇത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓവർലാക്ക് മെഷീൻ നമ്മുടെ കയ്യിലുള്ളവർക്ക് നമുക്ക് ചെയ്യാം. ചിലർ പുറത്ത് കൊടുത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബ്ലൗസിന് ഇപ്പോൾ 200 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ ഓവർലാക്ക് ചെയ്ത് കൊടുക്കുന്ന ബ്ലൗസിന് 250 300 രൂപ വാങ്ങാം. കാരണം അത്രയും അതിൽ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നുണ്ട്. ചവിട്ടി തയ്ക്കുന്നതായാലും കറണ്ടിൽ തയ്ക്കുന്നതായാലും നമുക്കതിൻ്റേതായിട്ടുള്ള ടൈം പോകുന്നുണ്ട്. മാത്രമല്ല അത്രയും ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഡ്രസ്സിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവർലാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓവർലാക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ തുണി, അതായത് അടിഭാഗത്തുള്ള തുണികളൊന്നും ഇത് കട്ടായി പോകുന്നതാണ്. സൈഡിൽ നമ്മൾ ബാലൻസ് വരുന്ന തുണി ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിൽ ബ്ലേഡ് ഉണ്ട്, ആ ബ്ലേഡിൽ നിന്ന് കട്ടായി പോകും കണ്ടോ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ പൊളിഞ്ഞു നിന്ന ആ ഒരു ഭാഗമൊക്കെ അത് കട്ടായി പോയിട്ടുണ്ട്. താഴെ ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും മെഷീൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുണി എടുത്ത് വെക്കുമ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യം വാങ്ങിച്ച് ഫസ്റ്റ് ടൈം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സൈഡിലെ തുണിക്ക് പകരം അടിയിലെ തുണികൾ നമ്മൾ തയ്ക്കുമ്പോൾ ചില സമയം അടിയിലെ തുണി ലൈനിങ് ഒക്കെ വന്ന് കുരുങ്ങില്ലേ, അങ്ങനെ ഒന്ന് കുരുങ്ങി അത് കട്ടായി പോകും. നമുക്ക് മറ്റേത് കയ്യിൽ പിരിച്ച് വിടാം, ഇതങ്ങനെയല്ല, ഇത് കട്ടായി തന്നെ പോകുന്നുണ്ടോ പീസായിട്ട്. നമുക്ക് അപ്പം തന്നെ എൻ്റെ സൈഡിൽ കട്ടായി വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി. നമ്മൾക്ക് ഓവർലാക്ക് മെഷീൻ ആർക്കും സുഗമമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും നമ്മൾ ഓവർലാക്ക് മെഷീൻ ഉപയോഗിക്കുന്ന രീതികളൊന്നും നമ്മൾ ഒരു ഫാഷൻ ഡിസൈനിങ് സെൻറ്ററിലും പഠിപ്പിച്ച് തരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നോട് ഇങ്ങനെ പറയുന്ന പലരും ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളവർ പോലും ഓവർലാക്ക് മെഷീൻ കണ്ടിട്ടില്ല, അവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഓവർലാക്ക് മെഷീൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഓവർലാക്ക് മെഷീൻ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തയ്ക്കാൻ തരുന്ന എല്ലാ തുണികളിലും ഞാൻ ഓവർലാക്ക് ചെയ്താണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് ആണ് അത്, നമുക്കങ്ങനെ നമ്മൾ ഓവർലാക്ക് ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. കണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.